CPM തലസ്ഥാന ജില്ലയിലെ ഉൾപാർട്ടി പോര് പുതിയ തലങ്ങളിലേക്ക്. ജില്ലാ സെക്രട്ടറി വി ജോയിയെ ലക്ഷ്യമിട്ട് കരമനഹാരി ഉയർത്തുന്ന നിരന്തരമായ പോരാട്ടം പാർട്ടിക്കുള്ളിൽ കടുത്ത വിഭാഗീയതയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ CPMൽ വ്യക്തമായ നേതൃദാരിദ്ര്യമുണ്ടെന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ സഖാക്കളെ ഞെട്ടിച്ചിട്ടുണ്ട്. 10 സിറ്റിംഗ് MLAമാരെയും വീണ്ടും മത്സരിപ്പിക്കേണ്ടി വന്നത് പകരം വയ്ക്കാൻ മികവുള്ളവർ ഇല്ലാത്തതുകൊണ്ടാണെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MV ഗോവിന്ദൻ തുറന്നടിച്ചു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പുതിയ മുഖങ്ങളെ പരീക്ഷിച്ചാൽ അത് വിജയസാധ്യതയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും സംസ്ഥാന നേതൃത്വം പങ്കുവച്ചു. ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ കരമനഹാരി ആഞ്ഞടിച്ചതോടെയാണ് ചർച്ചകൾ ചൂടുപിടിച്ചത്. വി ജോയി 3ാം തവണയും മത്സരത്തിനിറങ്ങുന്നതിനെ ചോദ്യം ചെയ്ത ഹാരി വി ജോയിയെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് പോകുമ്പോൾ എന്തിനാണ് താൽക്കാലിക സെക്രട്ടറിമാരെ വെച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നതെന്ന് ചോദിച്ചു. A റഹീമിനെ സ്ഥിരം സെക്രട്ടറിയാക്കണമെന്ന ആവശ്യവും ഉയർന്നു. നേരത്തെയും ജില്ലാ കമ്മിറ്റിയിൽ കരമനഹാരി അതിരൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. ഒരു പ്രമുഖ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ പോകാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന കരമനഹാരിയുടെ വിമർശനം പിണറായി വിജയനെ നേരിട്ട് ഉന്നം വെച്ചുള്ളതായിരുന്നു. മറ്റൊരു മുതലാളിക്ക് സ്വീകരണ മുറി വരെ പോകാം. ഈ മുതലാളിമാർ ആരാണെന്ന് വ്യക്തമാക്കാൻ M സ്വരാജ് ആവശ്യപ്പെട്ടെങ്കിലും ഹാരി അന്ന് വഴങ്ങിയില്ല. സ്പീക്കർ AN ഷംസീറിന്റെ തിരുവനന്തപുരത്തെ ബിസിനസ് ബന്ധങ്ങൾ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കുന്നതല്ലെന്ന ഗുരുതര ആരോപണവും യോഗത്തിൽ ഉയർന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ കരമനഹാരിക്കെതിരെ വി ജോയ് നടത്തിയ പരാമർശമാണ് കരമനഹാരി തർക്കങ്ങൾക്ക് തുടക്കമിട്ടത്. നഗരപരിധിയിലെ വാർഡുകളുടെ ഏകോപനത്തിൽ ഹരിക്ക് വീഴ്ച പറ്റിയെന്ന ജോയിയുടെ റിപ്പോർട്ടിന് പാർട്ടി ഏൽപ്പിച്ച പണിയല്ലാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന നേതാക്കളല്ല താനെന്ന മറുപടിയാണ് ഹരി നൽകിയത്. കടകംപള്ളി സുരേന്ദ്രനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ ഗൂഢാലോചന നടന്നുവെന്ന കടകംപള്ളിയുടെ പരിദേവനവും യോഗത്തെ കലുഷിതമാക്കി. അച്ചടക്കത്തിന്റെ സീമകൾ കരമനഹാരി ലംഘിക്കുന്നു എന്ന വിലയിരുത്തലിൽ അദ്ദേഹത്തിനെതിരെ നടപടി പരിശോധിക്കാൻ പാർട്ടി നിർബന്ധിതമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന സമ്മേളനങ്ങളിൽ ഈ വിഭാഗീയത പാർട്ടിയെ എങ്ങോട്ട് നയിക്കുമെന്ന ആശങ്കയിലാണ് അണികൾ. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തിരുവനന്തപുരത്തെ CPMൽ നേതൃദാരിദ്ര്യമുണ്ടെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നത്. ഇത് അതീവ ഗുരുതര സ്ഥിതി വിശേഷണമാണെന്ന് CPMൽ തന്നെ അഭിപ്രായം ഉയരുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ വെച്ച് കരമനഹാരി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചപ്പോഴായിരുന്നു MV ഗോവിന്ദൻ നേതൃദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ലോക്സഭയിലേക്ക് മത്സരിക്കാനും നിയമസഭയിലേക്ക് മത്സരിക്കാനും വി ജോയി പോകുമ്പോൾ താൽക്കാലിക ജില്ലാ സെക്രട്ടറിമാരെ വെക്കുന്നത് എന്തിന് എന്ന് കരമനഹാരി ചോദിച്ചു.